ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു വ്ളോഗ് ചെയ്യാൻ പോവാണ്. തൃശ്ശൂർക്ക് അമ്മൂമ്മേനെ കൂട്ടാൻ വേണ്ടി പോവാണ്. അപ്പോൾ കുറച്ച് സ്ഥലങ്ങളിൽ നമ്മൾ കയറുന്നുണ്ട്. പിന്നെ സ്മോൾ വ്ളോഗാണ്. അപ്പോൾ ഇതെൻ്റെ ഇൻസൈഡ് ദ ഹൗസാണ്. ഞാൻ ഒരു സാധനം മേടിച്ചിട്ടുണ്ടായിരുന്നു, അത് യൂസ് ചെയ്യാൻ നോക്കിയിട്ടാണ്. ഇതാണ് എൻ്റെ ഔട്ട്സൈഡ് ദ ഹൗസ് എന്ന് പറയുന്നത്. കുറേ നേരമായി ഞാൻ സ്വിച്ച് അമർത്താണ്, പക്ഷെ ഓൺ ഓഫ് ആവണില്ല. അപ്പോൾ അതാണിത്. അതിന് ശേഷം ഞങ്ങൾ വീടിട്ട് ഇറങ്ങുകയാണ് ഗായ്സ്. അപ്പോൾ അതിൻ്റെ സ്മോളാണ്. അതിന് ശേഷം ഞങ്ങൾ എൻ്റെ അച്ഛൻ ഡ്രൈവ് ചെയ്യുന്നു, ഞാൻ കാറിൽ ഫോട്ടോ എടുക്കുന്നു. ഇതാണ് സ്പെഷ്യൽ പ്ലേസ് എന്ന് ഞാൻ പറഞ്ഞത്. നെസ്റ്റോ ഇഷ്ടമാണ്. അതുപോലെ നെസ്റ്റോ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. എന്തായാലും അവിടെ കറങ്ങാൻ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറേ മേക്കപ്പ് സാധനം അവിടെ കണ്ടില്ലേ, മേക്കപ്പ് ഒന്നും തോന്നുന്നുണ്ട്, പക്ഷേ അത്യാവശ്യം സ്ഥലമുണ്ട്. മേക്കപ്പ് സാധനം അവിടെ കണ്ടു കേട്ടോ ലാസ്റ്റ് ഞാൻ. പക്ഷേ അച്ഛൻ കയറാൻ സമയത്തില്ല ഗൈസ്, കാരണം ബാക്കിയൊക്കെ സാധനങ്ങളൊക്കെ മേടിച്ച പൈസ മുടിഞ്ഞു ഗൈസ്. അപ്പോഴത്തേക്ക് ഞങ്ങൾ ഇറങ്ങി. നെസ്റ്റോ നല്ല പ്ലേസ് ആട്ടാ, കാരണം വേറൊന്നല്ല, അത്യാവശ്യം സാധനങ്ങൾ വാങ്ങാൻ പറ്റും, വില കുറവിൽ അത്യാവശ്യം കിട്ടും. മീറ്റൊക്കെ ആണെങ്കിൽ വില കുറവിൽ കിട്ടും. അവിടെ സാധനം കണ്ടു ഗായ്സ്, എന്താണെന്നറിയോ അതിലുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. വേറൊന്നുമില്ല, ബ്രെയിൻ ബ്രെയിൻ ആടിൻ്റെ ബ്രെയിനാണ് നമ്മൾ പറഞ്ഞത്. അതിനുശേഷം അത്യാവശ്യം സ്ഥലങ്ങളുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ബൾക്കായിട്ട് സാധനങ്ങൾ വാങ്ങാം. അത്യാവശ്യം നല്ല മിഠായി ഉണ്ട്, അതിനൊക്കെ ഇത് റേറ്റ് കുറവ്, നല്ല മിഠായി. അപ്പോൾ ഒരു മിഠായി മേടിച്ചു ഗൈസ്, അത് എനിക്ക് ഈ വീഡിയോയിലേക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. റെഡി ഇവൻറ്റ് സ്റ്റാർട്ട്. ഇതാണ് എൻ്റെ ഡയറി മിൽക്ക് അടിക്കാത്തതിൽ. പിന്നെ അച്ഛൻ എൻ്റെ വീഡിയോ എടുക്കുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ഡ്രസ്സിൻ്റെ ഔട്ട്ലുക്ക്. ബാക്കത്തെ കെട്ടാൻ ശ്രദ്ധിക്കേണ്ട, കാരണം ഫ്രണ്ടിൽ കെട്ടുമ്പോൾ വൃത്തിയില്ലാത്ത എൻ്റെ ബാക്കിൽ ഇട്ടിട്ട്. പക്ഷേ ഞാൻ വീണ്ടും തിരിഞ്ഞും മറിഞ്ഞൊക്കെ ചെയ്തു. അപ്പോൾ അത് എഡിറ്റ് ചെയ്യാത്ത വീഡിയോ അതുകൊണ്ടായിട്ട് നിങ്ങൾക്ക് ഇതൊക്കെ കാണുന്നത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ വെള്ളത്തിൻ്റെ സെക്ഷൻ പോയി. അതിനുശേഷം ഞങ്ങൾ അവിടെ ഉണ്ടാക്കി അപ്പൂപ്പനെ കണ്ടു. പിന്നെ കേക്കിൻ്റെ സെക്ഷൻ പോയി. അപ്പൂപ്പനെ വീണ്ടും കാണിച്ചിട്ടെ, ഡ്രസ്സിൻ്റെ അപ്പൂപ്പനെ കാണാൻ. ഇതാണ് ഗാസ് ബ്രെയിൻ. ശ്രദ്ധിക്കാനേ പറ്റുന്നു. ബ്രെയിൻ കാണുമ്പോൾ മറ്റേ ഉണ്ണിമുഖത്തിൻ്റെ പുതിയ ഫിലിമിൻ്റെ ആ ചെവി കടിച്ച പോർഷൻ ഓർമ്മ വരുന്നു സത്യമായിട്ട് എനിക്ക്. കേക്ക്സ് ഉണ്ടായിരുന്നു, ഞാൻ 2 കേക്ക്സ് വാങ്ങി. പിന്നെ അടിലെടുക്കുന്ന മീറ്റിൻ്റെ സാധനം ഉണ്ടായിരുന്നു, ചെറിയ റോള് പോലെ, അതും വാങ്ങി. ഇതാണ് സ്ഥലങ്ങൾ. അത്യാവശ്യം സ്പേസ് ഉണ്ട് കേട്ടോ. കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്, കാരണം നമുക്ക് ക്രിസ്മസ് ആയതുകൊണ്ട് അതിൻ്റെ തിരക്കുണ്ടായിരുന്നു അത്യാവശ്യം. പിന്നെ നമ്മുടെ 100 രൂപയ്ക്ക് ബിരിയാണി, അത്യാവശ്യം എമൗണ്ട് ബിരിയാണിയൊക്കെ കിട്ടുന്നുണ്ട് അവിടെ. അതിൻ്റെ ഇതുണ്ടായിരുന്നു. അതിനുശേഷം മയണൈസ് പലതരം ഉണ്ടായിരുന്നു, ചീസും പലതരം ഉണ്ടായിരുന്നു, മോസറല്ല ചീസ്, അങ്ങനെ പല ചീസ് ഉണ്ടായിരുന്നു. പിക്കിളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കാണ് അത്യാവശ്യം പല വെറൈറ്റി പിക്കിളും അച്ചാർ പിക്കിൾ തന്നെയാണ്. പിന്നെ ഈ ഉപ്പിട്ട സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. ചായ കുടിക്കുന്നു. അപ്പോൾ എൻ്റെ ലുക്ക് ഞാൻ കാണിച്ചിട്ടാണ് വീണ്ടും ഞാൻ കാണിക്കുന്നു ഗൈസ്, കാരണം പിക്കിളിക്ക് ഒരു ഇഷ്ടം. കുറേ സാധനങ്ങൾ വാങ്ങി വീണ്ടും എൻ്റെ ലുക്ക് കാണിക്കുകയാണ്. പിന്നെ പച്ചക്കറി സെക്ഷനിലേക്ക് പോയിട്ടാ ഞങ്ങളെന്നും നെസ്റ്റോയിൽ വന്ന് ചൊരുട്ടം വന്നുള്ളൂ കേട്ടോ. നെസ്റ്റോയിൽ വന്ന് അപ്പം ഞങ്ങൾ വന്നത് സ്ട്രോബെറിക്ക് നല്ല വില കുറവുണ്ട്, നല്ല ടേസ്റ്റുമാണ്. പിന്നെ കുറേ സാധനങ്ങൾ ഞങ്ങൾ കണ്ടു. കുറേന്നൊക്കെ പേര് മനസ്സിലായി, ആപ്പിളൊക്കെ മനസ്സിലായി. വേറെ എന്തൊരു സാധനം കണ്ടു, എൻ്റെ പേര് ഇവിടെ ഇരിച്ചിട്ട്, പക്ഷെ ഞങ്ങൾ വാങ്ങിയില്ല. ഐസ്ക്രീമിൻ്റെ സെക്ഷൻസ് വെറുതെ കയറി നോക്കി. കുറേ ഐസ്ക്രീം പലതരം ഉണ്ടായിരുന്നു. പിന്നെ അമ്മ കുറേ സാധനം എടുത്തിട്ട് പോകുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്കറിയില്ല, കാരണം അവിടെ സാധനങ്ങളൊക്കെ എടുത്തു. പിന്നെ അവിടെ ബില്ല് ചെയ്യാനുള്ള ഓപ്ഷൻസൊക്കെ വേറെയാണ് ഫ്രൂട്ട്സിനൊക്കെ. അതിനുശേഷം മിഠായിയുടെ സെക്ഷൻ എന്ന് വെച്ചാൽ അവിടെ ബില്ല് ചെയ്യാനുള്ള ഓപ്ഷനിൽ കുറേ മിഠായി ഉണ്ടായിരുന്നു. അച്ഛൻ്റെ കൂടെ ജസ്റ്റ് ചെറിയ വ്ളോഗ് എടുത്തു. അച്ഛൻ നോക്കണില്ല, പിന്നെ വീണ്ടും പറഞ്ഞ് ഞങ്ങൾ നോക്കി വെച്ചു ഗൈസ്. ഇതാണ് എൻ്റെ അച്ഛൻ. അതിനുശേഷം ഞങ്ങൾ സാധനങ്ങളൊക്കെ ബില്ല് ചെയ്തു. കഴിക്കാനുള്ള പ്ലേസ് എന്ന് പറഞ്ഞത് 2nd ഫ്ലോറിലായിരുന്നു. അങ്ങനെ കഴിക്കാനുള്ള സെക്ഷനിലേക്ക് പോയി. അപ്പോഴാണ് മനസ്സിലത് പ്ലേറ്റ് കിട്ടില്ല, പ്ലേറ്റ് സെപ്പറേറ്റ് വാങ്ങേണ്ടി വരുന്നു. പക്ഷേ ഞങ്ങൾ എന്ത് ചെയ്തു, അതിൻ്റെ മേലെ വെച്ചെന്ന് വെച്ചാൽ ഒരു ഫോയിൽ ഉണ്ടാവില്ല, ഫോയിലിൻ്റെ മേലെ വെച്ചിട്ട് ഞങ്ങളതെല്ലാം കഴിച്ചു ഗൈസ്. കഴിക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, ബിക്കോസ് നല്ല അലങ്കോലമായിട്ടാണ് കഴിച്ചത്. അതിനുശേഷം എല്ലാ സാധനങ്ങളും കാറിലാക്കി. എന്നിട്ട് ഞങ്ങൾ ഒരു ഐസ്ക്രീം കഴിച്ച ശേഷം അച്ഛന് വണ്ടി നോക്കുകയാണ്. വണ്ടി എക്സ്ചേഞ്ച് ഓഫർ ഇപ്പോൾ നല്ല ഉണ്ട്, 1-ാം തീയതി മുന്നേ നല്ല എക്സ്ചേഞ്ച് ഓഫർ ഉണ്ട്. അപ്പോൾ കുറച്ച് സ്ഥലങ്ങളിൽ കയറി വണ്ടികൾ നോക്കുമായിരുന്നു ചെയ്യേണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ചെറിയ വ്ളോഗ് എടുത്തുകൊണ്ട് കളിക്കുകയാണ്. അവിടെ ചേച്ചി ഉണ്ടായിരുന്നു, ആ ചേച്ചി നല്ലപോലെ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. കുഴപ്പമില്ലാത്ത രീതിയിൽ ഞങ്ങൾ കയറി. ഇയാൾ ആരാന്ന് എല്ലാവർക്കും അറിയായിരിക്കും, എനിക്ക് ഫേമസ് ആയ ഒരു വ്യക്തിയാണ്. എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പടം ഫാസ്റ്റ് ആൻഡ് ഫ്യൂരീസ് ആട്ടോ. ആ പടം എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. പക്ഷേ വീണ്ടും അടുത്ത കയറി പിന്നെ ഞങ്ങൾ നേരെ അമ്മയുടെ വീട്ടിലേക്ക് പോകണം. അവനെ പിക്ക് ചെയ്തിട്ട് വേണം പിന്നെയൊക്കെ സ്ഥലത്തേക്ക് പോകും. അപ്പോൾ അവനെ പിക്ക് ചെയ്തു ഗായ്സ്. അപ്പോൾ ഇതാണ് എൻ്റെ അമ്മൂമ്മ. അപ്പോൾ അമ്മൂമ്മ എന്താ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ നേരെ മറിയം വീട്ടിലേക്ക് പോവാണ്. തൃശ്ശൂർക്കാർക്ക് ഒരാൾക്ക് പോലും അറിയില്ല മറിയം വീട്ടിൽ എവിടെയാണെന്നുള്ളത്. അവിടെ ഞങ്ങൾ കുറേ തപ്പി ലൊക്കേഷനൊക്കെ ഇങ്ങനെ കിട്ടിയിട്ടാണ് മനസ്സിലായത്. വേറൊന്നുമല്ല, അത്യാവശ്യം ഒരു ഉൾപ്രദേശത്തിലായിരുന്നു. ഇത് ഗ്രാമം എന്ന പേരിൽ അങ്ങനെ എന്തോ ഒരു സ്ഥലമുണ്ട്, അവിടെയായിരുന്നു ഇതുണ്ടായിരുന്നത്. അത്യാവശ്യം കുട്ടികൾക്ക് കാണാൻ പറ്റിയതാണ്. 120 റുപ്പീസാണ് അതിൻ്റെ ചാർജ് ഒരാൾക്കെന്ന് പറയുന്നത്. അത്യാവശ്യം പിക്ചേഴ്സൊക്കെ ഉള്ളതുകൊണ്ട് കൂടി ഫോട്ടോസിന് നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അപ്പം അമ്മൂമ്മേനെ ഞാൻ വീണ്ടും കാണിച്ചതാണ്. അപ്പോൾ
ഇത് ഇൻസൈഡ് കുറച്ച് കഴിഞ്ഞ ശേഷം ഇങ്ങനൊരു പോർഷനായിട്ടുള്ളത് പ്ലാസ്റ്റിക്കിൻ്റെ സാധനങ്ങളൊക്കെ വെച്ച് സെറ്റിങ് ചെയ്ത് വെച്ചേക്കാണ്. നല്ല രസമുണ്ട്. വീഡിയോ എടുക്കുമ്പോൾ കിട്ടണില്ല നമ്മളായിട്ട് കൂട്ടുമ്പോൾ, പക്ഷെ സാധാരണ ഒരു ബാക്ക് ക്യാമറ വെച്ച് വീഡിയോ എടുക്കുമ്പോൾ കിട്ടുന്നുണ്ട്. ഇതാണ് ഒരു മഞ്ഞൾ ബ്ലൗസ്, നല്ലപോലെ തണവുണ്ട് കേട്ടോ, ഒരു മഞ്ഞിൽ പോയൊരു ഫീലിംഗ് ഉണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ അച്ഛൻ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇത് അമ്മൂമ്മ. അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ അവിടെ ചെടികളൊക്കെ ഉണ്ടായിരുന്നു, ലാസ്റ്റ് പോർഷൻ ചെടികളുണ്ടായിരുന്നു. അതിന് ശേഷമാണ് മീനുകളുടെ സെക്ഷനിലേക്ക് ഞങ്ങൾ കയറിയത്. പല വെറൈറ്റീസ് ഓഫ് മീനുകളുണ്ട് കേട്ടോ, ടെട്ര, അതുപോലെ തന്നെ ചെറിയ ചെറിയ മറ്റേതില്ലേ ഷ്രിമ്പല്ല, ഒരു വേറൊക്കെ വെറൈറ്റി ഫിഷ് ഉണ്ടായിരുന്നു. വലിയ മീനുകളും ചെറിയ മീനുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം രസമുണ്ടായിരുന്നു, നല്ല എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. തൃശ്ശൂരിലൊക്കെ പോവുകയാണെങ്കിൽ ഈ സ്ഥലത്ത് കയറാൻ ഒരിക്കലും മറക്കരുത്. നല്ല എൻ്റർടൈൻമെൻ്റ് ആയി, കുറച്ച് നേരമെങ്കിലും നല്ലപോലെ എൻ്റർടൈൻമെൻ്റ് ആയ ഇത് കിട്ടി. അപ്പോൾ ഞങ്ങൾ കുറേ മീനുകളെ കണ്ടു. കുറേ മീനുകൾ കുറേ നേരം കൈകൊണ്ട് നോക്കി അത് നോക്കണമെന്നില്ലായിരുന്നു, പക്ഷെ വെറുതെ തൊട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ സെക്യൂരിറ്റി ഉണ്ടായിരുന്നു കേട്ടോ, കാരണം പൊട്ടിക്കുമെന്ന് അറിയേണ്ടതുകൊണ്ട് കുറേ നേരം ഞങ്ങളുടെ കറങ്ങി. അപ്പോൾ അങ്ങനെ ആ ഫോട്ടോ എടുക്കാണ്ട് കുറേ നേരം അവിടെ നിൽക്കണേ, അമ്മ ഫോട്ടോ എടുക്കണില്ലേ വീഡിയോ എടുക്കണമെന്ന് പിന്നെ മനസ്സിലായത്. പിന്നെ ലാസ്റ്റ് ഞാൻ എല്ലാം സഹിക്കിട്ട് ഇറങ്ങി ഗൈസ്. അപ്പം അത്യാവശ്യം നല്ലൊരു പോർഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ഓസ്കാർ ഉണ്ടായിരുന്നു, ഗോൾഡ് ഫിഷ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ സീബ്ര ഫിഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ ഗൗരാമി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ആ വലിയ വലിയ മീനുകളൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ ഉണ്ടായിരുന്ന സംഭവങ്ങൾ. പിന്നെ കുറേ മീൻ ഉണ്ടായിരുന്നു. പിന്നെ ഈ മീൻ ഫേമസ് മീനാണ്, എൻ്റെ പേര് ഞാൻ മറന്നു, എല്ലാത്തിൻ്റെ പേര് മറക്കാൻ എൻ്റെ ഇഷ്ടം. അപ്പോൾ എൻ്റെ പേര് അറിയണ ആൾക്കാരാണെങ്കിൽ കമൻറ്റും ചെയ്യണേ. അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയിരിക്കുന്ന മീനായിരുന്നു ഉണ്ടായിരുന്നത്. ജസ്റ്റ് സ്മോൾ വീഡിയോ എടുത്തുവിട്ടാൽ ഞാനിതിൻ്റെ പിന്നാലെ വരുന്നത്. ഈ മീൻ നല്ല ഇഷ്ടപ്പെട്ടു. ഇത് വീട്ടിലുണ്ടെങ്കിൽ ഐശ്വര്യം ഉണ്ടാവുന്നൊക്കെ അങ്ങനെ എന്തോ പണ്ട് പറയുമായിരുന്നു, കേട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ മീനെ കണ്ടു കേട്ടോ. ഈ മീനിൻ്റെ പേരൊന്നും എഴുതി വെച്ചിട്ടില്ല കേട്ടോ അവിടെ. പിന്നെ അതിനുശേഷം ഞങ്ങൾ മത്സ്യക്കന്യകൾ കണ്ടു ഗൈസ്. ഇതുവരെയായിട്ടും ഞാൻ മത്സ്യക്കന്യയാണ് നേരിട്ട് കണ്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണിലൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇങ്ങനെ ഒരു ഷോസിലൊന്നും പോയിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കണ്ടു ഗൈസ് മത്സ്യക്കന്യക. കുറേ തെറ്റ് പറ്റുന്നുണ്ട്, ക്ഷമിക്കണം ഗൈസ്. അങ്ങനെ ഞങ്ങൾ നീന്തണത് കണ്ടു. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. എന്ന് വെച്ചാൽ ചെവിയുടെ ഭാഗത്ത് രസമുണ്ട്, വാല് നല്ലതുപോലെ ആവുന്നുണ്ട്. എന്ന് വെച്ചാൽ സാധാരണ നീന്തണ പോലല്ലോ മത്സ്യക്കന്യക നീന്താം. അതിന് വെച്ചാൽ രസമുണ്ടായിരുന്നു, ബ്യൂട്ടിഫുള്ളായിരുന്നു. ലവൊക്കെ തന്നു കുട്ടികൾക്ക്, നല്ല കിസ്സൊക്കെ ഷൂന്ന് പോയി കൊടുത്തു. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു മത്സ്യക്കന്യകയുടെ. അതിൻ്റെ കുറേ വീഡിയോസ് ഉണ്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നല്ല ക്യൂട്ടായിരുന്നു കേട്ടോ. വെള്ളത്തിൽ നീന്താൻ പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമില്ല, പക്ഷെ അത് ഭയങ്കര അഡ്വഞ്ചറായിരിക്കുന്ന ഒരു ഇതായിരുന്നു എനിക്ക് മറക്കാൻ പറ്റാത്തതെന്ന് വെച്ചാൽ ഞാൻ ഇതായിട്ട് കാണാത്തൊരു പോർഷനായിരുന്നു. അതിനുശേഷം അവിടെ കുറേ കടകളുണ്ടായിരുന്നു അങ്ങനെയായിട്ട്. അപ്പോൾ ഞങ്ങൾ കടകളിലേക്ക് കയറി. കത്തിയുടെ കടയായിരുന്നു അതിൻ്റെ പിന്നെ മഗ്സിൻ്റെ കടകളൊക്കെ കയറി. അതിനുശേഷം പതുക്കെ അങ്ങനെ കടകളുടെ എല്ലാ വ്യൂസും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാണെങ്കിൽ ഗൈസ്. അതിനുശേഷം ഞങ്ങൾ ഈ സാധനം കഴിച്ചു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത് മുന്നേ കഴിച്ചിട്ടുണ്ട്, പക്ഷേ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അതിനുശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഗൈസ്, എല്ലാ കാര്യങ്ങളും കണ്ടു കഴിഞ്ഞു. പിന്നെ അതിനുശേഷം ഞങ്ങൾ നേരെ പോകുന്നത് വേറെ എവിടേക്കുമല്ല, ഒരു മെയിൻ ആയിട്ട് എൻ്റെ അമ്മയ്ക്ക് കാണാൻ പോകണം. തൃശ്ശൂരിലെ പണ്ട് കാലം കാണാൻ വല്ലാതെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ചെയ്തു കാണാൻ വേണ്ടിയിട്ട് പോകും. അത് കാണാണ്ട് മുമ്പ് തോമസ് ആൻഡ് കഫേക്ക് കയറി ഫുഡ് അടിക്കേണ്ട ആ പോർഷൻ കൂടി മറന്നു. തോമസ് ആൻഡ് കഫേക്ക് റെസ്റ്റോറൻറ്റിൽ കയറി. ഈ സമയത്ത് തിരക്കില്ലായിരുന്നു കേട്ടോ. ഈ സംതിങ് ലൈക്ക് ദാറ്റ് ഒരു സമയം ഓർമ്മയില്ല കേട്ടോ. അവിടെ തിരക്കില്ലായിരുന്നു, ഒരു കുറേ കഴിഞ്ഞിട്ട് തിരക്കൊക്കെ അത്യാവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ കയറി എൻ്ററായി, ചെറിയ വീഡിയോ എടുത്ത് ജ്യൂസ് കുടിച്ചു, ഫുഡൊക്കെ അടിച്ചിട്ട്. ഫുഡ് അടിക്കുന്ന വീഡിയോ മാത്രം എടുത്തില്ല, കാരണം ഫുഡ് വന്നപ്പോഴത്തേക്കും ഭയങ്കര വിശപ്പായിരുന്നു ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ അതിന് പുറത്തേക്ക് ഇറങ്ങി അതിൻ്റെ ലുക്കാണ് കാണിക്കാൻ പോകുന്നത്. നല്ല രസമായിട്ട് ട്രീ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവർ. അപ്പൂപ്പനൊക്കെ ഇതിൻ്റെ മേലെ സെറ്റ് ചെയ്തേക്കണ്ട, തൊപ്പി മാത്രം കാണാം. അതിന് ശേഷം ഞങ്ങൾ എന്താ ചെയ്തു, അവിടെ നിന്ന് ഇറങ്ങാൻ തീരുമാനിച്ചു. അപ്പോൾ ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി നടത്താണ്. എന്ന് വെച്ചാൽ പുത്തമ്പള്ളിക്കാണ് ഞങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. പള്ളി അമ്മ കണ്ടിട്ടില്ല, പുത്തമ്പള്ളിയിൽ നിന്ന് കേട്ടിട്ടുണ്ട് പക്ഷെ കണ്ടിട്ടില്ല. അപ്പോൾ ഞങ്ങളും കാണാൻ വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ നടന്നിട്ടാണ് നീങ്ങാൻ പറ്റില്ല അവിടേക്ക്. അപ്പോൾ ഞങ്ങൾ ബാക്കിലൂടെ വണ്ടി നിർത്തിയിട്ട് ഫ്രണ്ടിലൂടെ നടന്ന് വരാൻ ചെയ്തത്. അപ്പോൾ അത്യാവശ്യം രീതിയിലുള്ള മരങ്ങളുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ജസ്റ്റ് ഒരു ട്രെയിൻ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നല്ല സ്ഥലമായിരുന്നു. എൻ്റെ ഉൾഭാഗം കണ്ടപ്പോൾ ഞാനും ഞെട്ടി, എൻ്റെ അമ്മയൊക്കെ ഞെട്ടി. ബിക്കോസ് ദാറ്റ് മച്ച് ഓഫ് നല്ല കൊത്തു പണികളൊക്കെ കഴിഞ്ഞ അങ്ങനെ ഒരു സ്പേസാണ് ഉണ്ടായിരുന്നത്. സാധാ പള്ളി പോലെ അല്ലായിരുന്നു. അതിൻ്റെ പുറത്താണെങ്കിൽ കുറേ ആൾക്കാർ നക്ഷത്രങ്ങളിൻ്റെ മത്സരങ്ങളും പുൽക്കൂടിൻ്റെ മത്സരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇൻസൈഡ് നമ്മൾ കയറാൻ പോവാണ്. ചങ്ങലൊക്കെ വെച്ചിട്ടുള്ള സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് തന്നെ. അപ്പോൾ ഇതാണ് എൻ്റെ ഉൾപോഷൻ എന്ന് പറയുന്നത്. നല്ല രസമുണ്ടായിരുന്നു. സൈലൻ്റ് ആയിരുന്നു ഏറ്റവും കൂടുതൽ. പള്ളിയിൽ സൈലൻസ് ആണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. ഭയങ്കര ശബ്ദമൊന്നും ഇല്ലായിരുന്നു. അത്യാവശ്യം നല്ല പള്ളിയായിരുന്നു കേട്ടോ. കുറച്ച് നേരം അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു.
അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. ട്രീസൊക്കെ കണ്ടു. ഉൾഭൂഷൻ വീണ്ടും വീഡിയോ എടുത്തു വിട്ടാൽ കണ്ട ട്രീ നല്ല രസമുണ്ട്. ട്രീ ആയിരുന്നു അവിടെ നല്ല സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ സെറ്റിങ്സ് ഇല്ല, പക്ഷേ സിമ്പിളായിരുന്നു കൂടുതൽ സെറ്റിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പുറത്തേക്ക് ഇറങ്ങി ഞങ്ങൾ. പിന്നെ ഫാമിലി ഫോട്ടോ എടുത്തു. പിന്നെ നല്ല ഫാമിലി ഫോട്ടോ കാണിച്ചു തരാണ് ഞാൻ നിങ്ങൾക്ക്. ജസ്റ്റ് അവിടുത്തെ ഫോട്ടോ എൻ്റെ ലുക്ക് എത്രത്തോളം ഇത് ചെയ്തിട്ടുണ്ട് കാണിച്ചു തരാണ്. കുറേ ഒന്നും ലുക്സ് ഒന്നും പോയിട്ടില്ല. എന്താ മാറ്റിരിക്കുന്ന ഫോട്ടോയാണ് കേസ്. അതിനുശേഷം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഫാമിലി പിക്ക് എടുത്തു. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ മറൈൻ വേൾഡിൽ പോയിട്ടുള്ള പിക്ക് എടുത്തു. അപ്പോൾ ഇതാണ് സ്മോൾ വീഡിയോ. ടാറ്റാ ബൈ ബൈ, സീ ഹാപ്പി ക്രിസ്മസ്.